ബിന്നി സെബാസ്റ്റ്യൻ ചിരിച്ചതുപോലെയൊന്നും അനുമോള് ചിരിച്ചിട്ടില്ല. ബിന്നി സെബാസ്റ്റ്യൻ എന്താ ചെയ്തത്? മറ്റേ ഈ അംബികേൻ്റെ അമ്മ മരിച്ചപ്പോൾ പോയിട്ട് പൊട്ടി പൊട്ടി ചിരിക്കുക ചെയ്തത്. കോമഡി ഷോ കാണാൻ പോയതാണോ? നമ്മൾ കോമഡി ഷോ ആണോ കാണാൻ പോയത്? നമ്മൾ ഡെഡ് ബോഡി, അതായത് ഒരാൾ മരിച്ചിട്ട് പോയതല്ലേ, ആ ഒരു ദുഃഖത്തിൽ നിൽക്കണ്ടേ? ഈ മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ പോവാ, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ അങ്ങ് ചിരിക്കുവാർന്ന്. മനസ്സിലായ? അന്ന് ഞാൻ കൃത്യമായിട്ട് അന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ബിന്നി അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്, വളരെ തെണ്ടിത്തരം തന്നെയാണ്. അനുമോള് ചിരിച്ച അപ്പോൾ അനുമോൾ ഇന്നലെ ചിരിച്ച അനുമോള് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടനെ കണ്ടപ്പോഴും ചിരി വന്നിട്ടാണ്, അല്ലാതെ അനുമോള് ചിരിച്ചതൊന്നുമല്ല. അനുമോളൊക്കെ അങ്ങനെ ഈ മരിച്ചെടുക്കാൻ പോയിട്ട് ചിരിക്കേണ്ട ഇതൊന്നുമില്ല. അനുമോള് ചിരിച്ചത് ശരി തന്നെയാണ്, അത് ലാലേട്ടനെ കണ്ടപ്പോഴും ചിരിച്ചു പോയതാണെന്നാണ് അനുമോള് പറയുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് പോയിട്ട് അനുമോള് ചിരിച്ചിട്ടില്ല, അത് ഉറപ്പിച്ച് പറയുന്നതായിരുന്നു. ബിന്നീൻ്റെ അത്രയൊന്നും ബുദ്ധിയില്ലാത്തതൊന്നും അല്ല അനുമോൾ, അത് നിങ്ങൾ മനസ്സിലാക്കി. അതായത് അനുമോൾ അങ്ങനെയില്ലതൊന്നല്ല. അനുമോൾ ഇന്നലെ ചിരിച്ചു പോയിനി, ശരിയാന്നത്. ലാലേട്ടനെ കണ്ടപ്പോഴാ പഴയകാല കോമഡിയൊക്കെ ആലോചിച്ചു. പിന്നെ ലാലേട്ടൻ്റെ അമ്മയുടെ മൃതദേഹം കാണാൻ വന്നാന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി. ഒന്നവിടെ പൊട്ടി ചിരിച്ചു പോയി. അത് ഇത്ര വലിയ തെറ്റാണോ? അതെല്ലാവരും കൂടി അങ്ങ് ചേർന്നിട്ട് ബിന്നി അന്ന് ചിരിച്ചപ്പോഴേ നിങ്ങളെല്ലാവരും പുറകെ കയറിയല്ലോ, ഇന്നെന്താ അനുമോളി ചിരിച്ചപ്പോൾ മിണ്ടാതിരിക്കുന്നത്? അനുമോൾക്ക് ചിരിക്കേണ്ട അധികാരമുണ്ട്. അനുമോൾ ബിഗ് ബോസ് വിന്നറാണ്. അതുമാത്രമല്ല, അനുമോള് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ, അതായത് അമ്മമാരും പെങ്ങന്മാരും സ്നേഹിക്കുന്നതാണ്. അങ്ങനെ അനുമോൾക്ക് ഇതൊക്കെ അനുഭവിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നത്? ബിന്നിക്ക് അങ്ങനെയൊന്നും ചിരിക്കാൻ പറ്റില്ല. ബിന്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളാണ് കൂടുതൽ. അതുകൊണ്ട് ബിന്നി എന്ത് ചെയ്യുക? മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ദുഃഖം ഇങ്ങനെ കടിച്ചാൽ. നിങ്ങൾ സീരിയലിലെല്ലാം നല്ലോണം കരയുന്നില്ലേ? ഇത്ര പോരെ ഗ്ലിസറിൻ മേണിച്ചാൽ പോരെ? അത് മേണിച്ചിട്ട് ഇങ്ങനെ കണ്ണിൽ പരട്ടിയിട്ട് പോയാൽ പോരെ? ഇല്ലെങ്കിൽ 2 കിലോ ഉള്ളി മേണിച്ചിട്ട് പോയാൽ പോരെ? അല്ലെങ്കിൽ 10 നാരങ്ങൻ്റെ തൊലി മേണിച്ച് പോവുക, നാരങ്ങ ആയിരിക്കും തിന്നാൻ കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കണ്ണിലാക്കിയിട്ട് പോയാൽ പോരെ? എന്നാൽ അവിടെ പോയിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഇതാക്കുക. ഇങ്ങനെ ആക്കിയേക്കല്ലേ? കാരണം മേക്കപ്പ് പോവും. ഇങ്ങനെ ആക്കുക. സിനിമാ താരങ്ങളാക്കുന്നില്ലേ? സിനിമാ താരങ്ങൾ കരയുന്ന ഇങ്ങനെയാണ്, കണ്ണീര് ചൊട്ടിക്കരിയുന്നത്. അതായത് മേക്കപ്പ് പോകുന്നതായിട്ടാണ്. വീഡിയോയിലായി കഴിഞ്ഞാൽ മേക്കപ്പ് പോകില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബിന്നി അന്ന് ചിരിച്ചത് വളരെ മോശം തന്നെയാണ്. പക്ഷെ അനുമോൾ ഇന്നലെ ചിരിച്ചത് അത്ര മോശമൊന്നും അല്ല. കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ്റെ മുന്നിലാണ് ചിരിച്ചിരിക്കുന്നത്. ലാലേട്ടൻ്റെ അമ്മ മരിച്ചപ്പോഴാണ് പോയത്, അമ്മയെ കാണാനാണ് പോയത്. അല്ലാതെ ബിന്നീനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹപ്രവർത്തകയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല പോയത്. ലാലേട്ടൻ ഗുരുനാഥനാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അനുമോൾ പോയത്. അവിടെ എത്തിയപ്പോൾ അനുമോൾക്കൊന്ന് ചിരി വന്നു. ചിലപ്പോഴെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ ചിരി വന്നു. അതാരായാലും വരൂലേ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് പണ്ട് കലാഭമണി പറയുന്നില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാഭമണി ഇതേപോലെ ഒരു മരണ വീട്ടിൽ പോയതാന്ന്. വളരെ ദുഃഖത്തോട് കൂടിയിട്ട് കറുത്ത ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടിട്ട് കലാഭമണി ഇങ്ങനെ പോയി. ഇങ്ങനെ പിന്നെ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് ആ മകള് കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പോലും. അതേപോലെയാണ്. അതാണ് മനുഷ്യന്മാരെ കാര്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കും, ചില ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കൂല. പിന്നെ വേറെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം? ഈ അനുമോളുടെ അന്ധമായ കുറച്ച് ഫാൻസും കാര്യങ്ങളുണ്ട്. അവരോട് പറയാനുള്ളത്, അനുമോള് ചിരിച്ചിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പല ആൾക്കാരും കണ്ടതുമാണ്. പിന്നെ എന്തിനാ ഇത് മുക്കുന്നത്? എന്തിനാണ്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇന്ന് ഒരാൾ പോലും അതിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. അനുമോള് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ഒരു വീഡിയോ ചെയ്യുകയോ അനുമോൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം വരട്ടെ എന്ന് വിചാരിക്കുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതെന്താണ് സംഭവം? എന്താണ് ഇതുകൊണ്ടാണോ പറയുന്നത്? അനുമോളുടെ ചില്ലറ മേടിച്ച് നക്കിയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയേ വരുള്ളൂ. ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസും ഗീൻസും ഒന്നും അല്ല, കുറച്ച് എണ്ണത്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറയാനോ ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയേണ്ടത്, പിന്നെ കമൻറ്റ് ഇടാനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ ആക്കിയിട്ടുണ്ട്. അവരിങ്ങനെയെന്ന് പറഞ്ഞാൽ ഓരോ കമൻറ്റ് ഇട്ട് പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, ഏതോ ഒരു പിന്നെ ബിന്നിയോട് അന്നുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ബിന്നീനെ അങ്ങ് ചാമ്പാനുള്ള കാരണമോ ബിന്നി അന്ന് നല്ല ഹേറ്റിലാണ്. പിന്നെ ബിന്നി ആണെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതുമാണ്. അതുമാത്രമല്ല, ബിന്നീനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അടിമകളുണ്ട്, അടിമകൾ വന്നിട്ട് വ്യൂസും ഉണ്ടാക്കി കൊടുക്കും, പിന്നെ ഇത് ഷെയറും പോകും. അന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അന്ന് ഞാൻ വെറുതെ പിന്നെ ബിന്നീനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയാം? കിടക്കട്ടെ എൻ്റെ വകി ഒരു വെടിയെന്ന് വിചാരിച്ചിട്ട്. അല്ലടാ എനിക്കെന്താ പ്രശ്നം എന്നാന്ന്? അല്ല എനിക്കെന്താണ്? ഞാൻ പോയ വയ്യാവേലിയെല്ലാം എടുത്തിട്ട് കഴുത്തിലിടാന്ന് ഞാൻ നിൽക്കാറില്ല. പക്ഷെ എന്നാലും എൻ്റെ വകയും കൂടി ഒന്ന് നിൽക്കട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് അവിടെ പോയി ചിരിച്ചത് എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഞാനും വീഡിയോ ഇട്ടത്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അനുമോളെ നമ്മളങ്ങനെ പറയാൻ വിടൂല. അനുമോളെ നിങ്ങളങ്ങനെ പറയണ്ട. അനുമോള് ബിഗ് ബോസ് താരാണ്, അനുമോള് കപ്പ് നേടിയതാണ്. ലക്ഷക്കണക്കിന് അമ്മമാർ കണ്ണിലുണ്ണിയാന്ന് അനുമോള്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ അനുമോള് കരിയോ ചിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും, നിങ്ങളതിൽ ഇടപെടണ്ട. അനുമോളൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് അനുമോളൊക്കെ അറിയാം.
പിന്നെ മറ്റു പലരും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി നോക്ക്. ശ്രീനിവാസനൊക്കെ പിന്നെ മരിച്ചത് കാണാൻ ശ്രീനിവാസന്റെ മരണം കാണാൻ പോയപ്പോൾ കുറേ ആൾ ചിരിച്ചിനല്ലോ. നിങ്ങൾക്ക് അതൊക്കെ വീഡിയോ എടുത്തൂടെ? അനുമോൾ അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ വേണമെങ്കിൽ ബിന്നീനെ ഒരു പ്രാവശ്യം കൂടി മോഹൻലാലിൻ്റെ ആ വീട്ടിലേക്ക് കൂടി അയക്ക്. ഏതാ ബിന്നി ആടെ നിന്ന് ചിരിക്കട്ടെ, എന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കുക. അനുമോൾ ചിരിച്ചത് നിങ്ങൾ പറയേ വേണ്ട, ഞങ്ങൾ സമ്മതിക്കൂല. അനുമോൾക്ക് അതിൻ്റെ അധികാരമുണ്ട്, അതിൻ്റെ അവകാശമുണ്ട്. അനുമോൾ അതിന് അർഹതയാണ്. അനുമോൾ ഏഷ്യാനെറ്റിൻ്റെ പുത്രിയാണ്. അനുമോൾ ഏഷ്യാനെറ്റിൽ ലാലേട്ടനോട് സമ്മാനം മേടിച്ചാന്ന്. ലാലേട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെ കൈപിടിച്ച് ഇങ്ങനെ പൊക്കിയിട്ട് പറഞ്ഞാന്ന് ഇതാണ് എൻ്റെ വിജയിന്ന്. അപ്പം അനുമോൾക്ക് ചിരിക്കേണ്ട ഇതുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ അനുമോളുടെ പേരേക്ക് എല്ലാവരും പോയിട്ട് അനുമോൾ ചിരിച്ചു. അതിനാ നിങ്ങൾക്ക് എത്ര നഷ്ടം എന്താ? നിങ്ങൾക്കത് ചെയ്തോ? ലാലേട്ടൻ്റെ അമ്മ മരിച്ചു കിടക്കുമ്പോഴല്ലേ ചിരിച്ചത്, വേറെയൊന്നുമല്ലല്ലോ. ആ മരണം കാണാൻ പോയി അവർക്ക് ചിരി വന്നു. ആ മരണം കാണാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞില്ലോ, കിലുക്കത്തിലെ ജോജീനെ ഓർത്ത് പോയി. ആ ജോജീനെ ഓർത്തപ്പോഴും അവർക്ക് ചിരി വന്നു. അത്രേ ഉള്ളൂ. അതിനിവിടെ കിടന്നിട്ട് ഒരു കൂട്ടം ചില ആൾക്കാർ പുറകിൽ എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ആരാധകരാന്നാ പറയുന്നത്. അനീഷിൻ്റെ ആരാധകർ, അതായത് അനുമോളി ചിരിച്ചത് കണ്ടുപിടിച്ചത് അനീഷിൻ്റെ ആരാധകരാണ്. എന്തിനാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്? അങ്ങനെ എന്നാടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബിന്നീൻ്റെ ആരാധകരാന്ന് പറഞ്ഞൂടെ? അപ്പോൾ ബിന്നിക്ക് ആരാധകരില്ല എന്നല്ലേ എല്ലാവരും പറയുന്നല്ലേ? അപ്പോൾ അനീഷിനും അനുമോൾക്കും മാത്രമേ ആരാധകരുള്ളൂ. അതെ, ഞാൻ പറയുകയാണ്, ഈ ബിന്നീൻ്റെ ആരാധകരും ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അനുമോൾ അങ്ങ് ചിരിച്ചു പോയത് വല്ലവനും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടല്ല അനീഷിൻ്റെ തലയിൽ കൊണ്ടിടുക, അതുപോലെ തന്നെ ബിന്നീൻ്റെ തലയിൽ കൊണ്ടിടുക. എടോ, ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരാകുമ്പോൾ പലതരത്തിലും ഇതായിരുന്നു വരും. അതായത് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചു എന്ന് വരും. ഇപ്പം ലാലേട്ടൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അമ്മ മരിച്ചു കിടക്കുമ്പോൾ നീ എന്തോടും ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ലാലേട്ടനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അയാളുടെ അപ്പോഴത്തെ മാനസിക വികാരം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ എന്താ പറയണ്ടേ, ഇപ്പോൾ അയ്യോ കരഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ അനുമോളുടെ കുറച്ച് അടിമകളുണ്ട്. ഈ അടിമകൾക്ക് മാത്രമാണ് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ അടിമത്തൊക്കെ വിട്. കാരണം എന്താ വെച്ചാൽ 50 ലക്ഷവും കൊണ്ട് അനുമോള് പോയി അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ ടൂറ് പോകുന്നു, അവരുടെ കുടുംബങ്ങൾ നല്ല ആഹാരം കഴിക്കുന്നു, അച്ഛനും അമ്മയ്ക്കും നല്ല AC റൂം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എല്ലാ വീട്ടിലൊക്കെ ഫുൾ ACയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ജീവിക്കുന്നു. 50 ലക്ഷം രൂപയുണ്ട്, അവർ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നു. അടിമകളായ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അടിമകളാകണം. ആ ഒരു 3 മാസം മാത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും പുറത്തു വരണം. അല്ലാതെ അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ അടിമകളിൽ നിന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാം, ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാശത്തിലേക്കാന്നേ ഞാൻ പറയുള്ളൂ. ആദ്യം സ്വന്തം വീട്ടിലെ കാര്യം നോക്കിയിട്ട് 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. അല്ലാതെ അനുമോള് അസൂയ, അനുമോൾക്ക് കൊടുത്ത അസൂയ, അനുമോൾക്ക് ചെയ്ത അസൂയ, എന്താ ആർക്ക് അസൂയ ഉണ്ടെന്നാണ് പറയുന്നത്? അനുമോളൊക്കെ ഉണ്ടെങ്കിൽ അനുമോളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ട്. അത് അത്രയേ ഉള്ളൂ. അല്ലാതെ അനുമോള് വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പനി വന്ന് കിടന്നിട്ട് അനുമോളെ നിന്നെ കുറേ വോട്ട് ചെയ്താന്ന് ഒരു 100 ഉറുപ്പ്യ തരുവാ നീ ചോദിച്ചോക്ക്, തരുവാ അനുമോള് തരുവാ? നിങ്ങൾക്ക് ഒരിക്കലും തരത്തില്ല. ആശുപത്രിയിൽ പോകണമെങ്കിൽ നിങ്ങളെ കെട്ടിയോനോ മക്കളോ തന്നെ തരേണ്ടി വരുവാർന്ന്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ അനുമോള് വന്നിട്ട് 100 ഉറുപ്പ്യ എന്നിട്ട് എന്നാ ചേച്ചി എനിക്ക് വോട്ട് ചെയ്തതല്ലേ, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജൈവ് വിളിച്ചല്ലേ, ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും തരൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൻ്റെ കാര്യം നോക്ക്. അത് കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഇങ്ങനെയുള്ള അടിമത്തം. ചിരിക്കന്ന് കരയിന്ന് മരണ വീട്ടിൽ പോന്ന്. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ.